അവർ മാത്രമാണ് ഈ കുടുംബത്തിൻ്റെ അത്താണി. 2 പിള്ളേരുണ്ട്, ഭാര്യയുണ്ട്, പിന്നെ ഞങ്ങൾ വയസ്സായ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അവനെ മിനിഞ്ഞാന്ന് 11 മണിയായപ്പോൾ ഇവിടുന്ന് പോയതാണ്. തമിഴ്നാട്ടിൽ പോയി മുട്ടയെടുത്തുകൊണ്ട് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ വണ്ടിയെ പോകുന്നതല്ലേ, അപകടം സമയത്ത് വേണമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് രാത്രി ഒരു 7 മണിയായി കാണും. വിളിക്കുമ്പോൾ പറഞ്ഞ് ചേച്ചാ പൊള്ളാച്ചിയിലെത്തി. അപ്പോൾ എനിക്കൊരു സമാധാനമായി. പൊള്ളാച്ചി തമിഴ്നാട് കഴിഞ്ഞ് വരുവാന്നില്ല, ബോർഡർ ചെയ്താന്നില്ല. അപ്പോൾ ഇങ്ങനെ 2 മണിക്കൂറിനോ 3 മണിക്കൂറിനോ ഇങ്ങനെ എത്തുമെന്നൊരു സമാധാനത്തിന് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ വിളിക്കുന്നത് 10:15 10:15 വിളിക്കുമ്പം അങ്കമാലിയിലായി എന്ന് പറഞ്ഞു. അങ്കമാലിയിലായി കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കുറേയൊക്കെ കഴിഞ്ഞൊരു 11:15 കാണും. അപ്പോൾ വിളിക്കുമ്പോൾ ഫോൺ ശബ്ദിക്കുന്നില്ല. അപ്പം പിന്നെ അതിൽ പറയുന്നത് പിന്നെ പരിധിക്ക് പുറത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഹൈവേ കയറിയിട്ടില്ലേ, അപ്പം ഈ പുതിയ റോഡൊക്കെ വെട്ടുന്നതുകൊണ്ട് അപകടങ്ങളൊക്കെ നിറഞ്ഞ സ്ഥലമല്ലേ, യാത്ര ചെയ്യുമ്പോഴേ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അശ്രദ്ധയായിപ്പോയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ കുറേ നേരത്തേക്ക് വിളിച്ചില്ല. പിന്നെ ഞാൻ വെളുപ്പിനെ 2 മണിക്ക് വിളിക്കുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞടി, വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല, എന്താണെന്ന് അറിയാൻ വയ്യ, എങ്ങനെയാണ്. ഏതായാലും പുതിയ റോഡിൽ കയറിയല്ലേ, വാഹനങ്ങളുടെ അസൗകര്യക്കുറവ് കൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ച് വെളുപ്പിന് 5 മണിക്ക് എഴുന്നേൽക്കുമ്പോഴാണ് എൻ്റെ തെക്കയിൽ TV ഉണ്ട്. അവർ TV കണ്ടുകൊണ്ടിരുന്നത് രാജേഷ് എന്നല്ല പറയുന്നുണ്ട്. പക്ഷേ എന്താ ഏതാണെന്ന് അവർക്ക് പിടികിട്ടുന്നില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ച്, സഹോദര ഈ രാജേഷ് പോയ വണ്ടി ഏതാ, എങ്ങനെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അവന് മുട്ടയെടുക്കാൻ പോയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. അപ്പം മിനിഞ്ഞാന്ന് 4 നാൾ പോയതാണ്. അത് എപ്പോഴാണ് വരുന്നതെന്നും നമുക്കറിയാനൊക്കത്തില്ല. പക്ഷേ ഞാൻ മുമ്പേ ഒരു 11:15 വിളിച്ചപ്പോഴേ അങ്കമാലി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അങ്കമാലി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല, എങ്ങനെയാണെന്ന് അറിയാൻ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു നമുക്ക് ഇച്ചിരി നേരം ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് പിക്കപ്പ് പോകാനിടിച്ച് രാജേഷ് എന്ന് പറഞ്ഞ ഒരാൾ ഗുരുതരമായ പരിക്കാണെന്ന് പറഞ്ഞു. പിക്കപ്പ് പോകാനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടി ആ പിക്കപ്പയിലാണ് പോയത്. അപ്പം അവൻ തന്നെയെന്ന് ഞാൻ തീർച്ചയാക്കി. അങ്ങനെ പിന്നെ ആ ആളും ഞാനും കൂടാണ് ഇവിടെ വരുന്നത്. ഇവിടെ അപ്പോഴേക്കാണ് ചന്തയിൽ വന്നപ്പോഴേ അറിഞ്ഞ് ഇവൻ തന്നെയാണ് അപകടത്തിലുണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാരൊക്കെ പലരെയും ഞാൻ കണ്ട് അങ്ങനെ ആണിവിടെ വന്നത്. പിന്നെ ഇപ്പം അവൻ്റെ മരണം ഞങ്ങൾക്കൊരു തീരെ ദുഃഖമായിരിക്കുകയാണ്. കാരണം ഞാനും പ്രായമായി, എന്നെക്കൊണ്ടിപ്പോൾ അവരെ പോറ്റാനുള്ള കഴിവൊന്നുമില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു പെൺകുഞ്ഞിനാണെങ്കിൽ ഈ ഷുഗറിൻ്റെ അസുഖമാണ്. അതിന് ആഴ്ചതോറും പന്തളത്തൊരു ആശുപത്രിയിൽ നിന്നും മരുന്ന് മേടിച്ചുകൊണ്ടിരിക്കുക. അത് കാരണം അവന് റെസ്റ്റില്ലാതെ ഓട്ടമാണ്. ഈ വണ്ടിയെ പോയി ചോദിച്ചാൽ പറഞ്ഞാൽ ഓട്ടോയിൽ പോകും. അത് കഴിഞ്ഞ് പിന്നെ കെട്ടിടം വാർപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പോകും. അങ്ങനെ പോയി കണ്ടാണ് ഈ വീട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് എന്താണെന്ന് വെച്ചാൽ അതിന് കാര്യങ്ങൾ സർക്കാർ എങ്ങനെ ചെയ്തു തരണമെന്ന് ഞാൻ പറയും. അല്ലാതെ എന്നെ കൊണ്ടൊരു കഴിവുമില്ല.